പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ റോഡ് ഷോ ഇന്ന് വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്ന് റോഡ് ഷോ ആരംഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ KB ഗണേഷ് കുമാറിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ KB ഗണേഷ് കുമാർ സംസാരിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, പ്രിയമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, നിങ്ങളുടെ എല്ലാം സ്നേഹവും അനുഗ്രഹവും ഏറ്റുവാങ്ങാനാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം നിങ്ങളോടൊപ്പം ഈ മണ്ണിൽ, ഈ നാട്ടിൽ ജീവിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും അതിനപ്പുറവും സാക്ഷാത്കരിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ച് നിങ്ങളോടൊപ്പം ജീവിക്കാറാണ്. എന്നെ അറിയാത്തവരായി കൊച്ചു കുഞ്ഞുങ്ങൾ പോലുമില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ പോലും വലിയൊരു സ്വപ്നമായി കണ്ടുകൊണ്ട് ഏറ്റെടുത്ത് ഈ നാട്ടിൽ നടപ്പിലാക്കി. കഴിഞ്ഞ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിക്കും കേരളീയരുടെ സമഗ്രമായ ഭൗതിക പുരോഗതിക്കൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പത്തനാപുരത്ത് നഗരങ്ങളിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പത്തനാപുരം എന്ന മനോഹരമായ ഈ ഗ്രാമത്തെ, ഈ ഗ്രാമീണ മേഖലയെ ഒരു നഗരത്തിന്റെ എല്ലാ ഉയർച്ചയിലേക്കും കൈപിടിച്ചു ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളും ആഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലം നടത്തുന്നത്. നിങ്ങളിൽ ഒരുവനായിട്ടല്ലാതെ എന്നെ മറ്റൊരാളായി കാണാൻ നിങ്ങൾ കഴിയുന്നു. ഇന്ന് വരെ ഈ 25 വർഷത്തിനിടയിൽ ഒരു വ്യക്തിയോടും ജാതി ഏതാണ്, മതം ഏതാണ്, രാഷ്ട്രീയം ഏതാണെന്ന് ചോദിക്കാതെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സാധിച്ചു തരാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിജയിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്ക് പറഞ്ഞു. പറയുന്ന വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിൽ തന്നെ അതിനേക്കാൾ മുകളിൽ പറയുന്നതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു വന്നതും നമ്മുടെ നേട്ടമാണ്. സമീപ പ്രദേശത്തുള്ള ഏതൊരു മണ്ഡലത്തെക്കാളും ഉയർന്ന പുരോഗമന വഴികളിലൂടെ നമുക്ക് പോകാൻ കഴിയും. നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, സ്കൂളുകൾക്ക് മനോഹരമായ കെട്ടിടങ്ങൾ എന്ന് തുടങ്ങിയ അംഗൻവാടികൾ, ഇങ്ങനെ തുടങ്ങിയ ആശുപത്രികൾ, ആശുപത്രികളുടെ ഉപകേന്ദ്രങ്ങൾ, ആശുപത്രിയുടെ ലാബുകൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സർവ്വതും സാധ്യമാക്കി. 98 കോടി രൂപ ചെലവഴിച്ച് പത്തനാപുരത്ത് താലൂക്ക് ആശുപത്രി അടക്കം ഒരു നാട് സ്വപ്നം കണ്ടതെല്ലാം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകെട്ട് നിങ്ങളും ഞാനും നമ്മളുടെ കൂട്ടുകെട്ടാണ്. KSRTC നമ്മുടെ മുമ്പിൽ ഓരോ നിമിഷവും വണ്ടികൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് വല്ലപ്പോഴുമാണ് കണ്ടുകൊണ്ടിരുന്നത്. ശമ്പളം കിട്ടാതെ വലഞ്ഞിരുന്ന KSRTC ജീവനക്കാർ, ആദ്യത്തിൽ 5, 3, 4 തവണയായി ശമ്പളം വാങ്ങിയിരുന്ന KSRTC ജീവനക്കാർ ആ കാലമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രവർത്തന ലാഭത്തിലുള്ള ഇന്ത്യയിലെ ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി KSRTCയെ മാറ്റിയത് പത്തനാപുരത്തെ MLA ആയി തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഞാനാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു പ്രായപൂർത്തിയായ പെൺകുഞ്ഞിന്, സുന്ദരിയായ ഒരു അമ്മയ്ക്ക്, ഒരു കുഞ്ഞിന് അഭിമാനത്തോടെ ധൈര്യസമേതം ഇറങ്ങി നടക്കാൻ കഴിയുന്ന നാളായി പത്തനാപുരവും കുന്നിക്കോടും ഒക്കെ മാറിയിട്ടുണ്ട് എന്ന അഭിമാനം നമുക്ക് വേണം. അതിലേക്ക് കൊണ്ടുവന്ന് 25 വർഷം കൊണ്ട് ഉണ്ടായിട്ടമില്ലാത്ത, മയക്കുമരുന്നുകളുടെ കച്ചവടമില്ലാത്ത, കള്ളച്ചാരായം മാറ്റാത്ത നന്മയുടെ നാടായി പത്തനാപുരത്തെ മാറ്റിയെടുത്തതിൽ നിങ്ങളും ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോട് ഓർക്കണം. നമ്മുടെ നാട്ടിൽ പാതിരാത്രിക്കാണെങ്കിലും ഒരു സഹോദരിയോ ഒരു മകളോ നമ്മുടെ നാട്ടിൽ ബസ് ഇറങ്ങിയാൽ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ സഹോദരിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന സംസ്കാരത്തിന്റെ ഉടമകളാണ്. നമ്മുടെ മനസ്സിൽ കുതന്ത്രങ്ങളില്ല, നമ്മുടെ മനസ്സിൽ കള്ളത്തരങ്ങളില്ല, നമ്മുടെ മനസ്സിൽ തട്ടിപ്പുകളില്ല, നമ്മുടെ മനസ്സിൽ വെട്ടിപ്പുകളില്ല. നമ്മൾ സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിച്ചു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ജാതിയുടെയും മതത്തിന്റെയും ഒരു